ജലനിധിയും ജൽജീവൻ മിഷനുമെല്ലാം സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോഴും മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ നെല്ലിത്താനത്ത് മലയിൽ കുടിവെള്ള ലഭ്യതയില്ലാതെ വലയുകയാണ് 10ഓളം കുടുംബങ്ങൾ. തലച്ചുമടായാണ് ഇവർ ഇപ്പോഴും കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നത്. മുഖ്യമന്ത്രിക്കും MLAയ്ക്കും പഞ്ചായത്ത് ഭരണസമിതിക്കുമെല്ലാം പരാതി നൽകി കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ഇവർ. എല്ലാ വീടുകളിലും കുടിവെള്ളവും പൈപ്പ് കണക്ഷനും വാഗ്ദാനം ചെയ്യപ്പെടുമ്പോഴും തലച്ചുമടായി കുടിവെള്ളം എത്തിക്കേണ്ട ഗതികേടിലാണ് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ നെല്ലിത്താനത്ത് മലയിലെ 10ഓളം കുടുംബങ്ങൾ. വേനൽക്കാലത്തും വർഷകാലത്തും വെള്ളമില്ലാത്തവരാണ് ഇവരിൽ പലരും. ചിലർക്ക് കിണറുണ്ടെങ്കിലും വേനൽക്കാലത്ത് പ്രയോജനവുമില്ല. വെള്ളം ഞങ്ങൾ കിലോമീറ്ററോളം ദൂരെ ചെന്നാണ് ചുവന്നുകൊണ്ട് വരുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിണറോ പൈപ്പ് വെള്ളമോ ഒന്നുമില്ല. പിന്നെ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അതും പറ്റിപ്പോവും. ഇവിടെ ഇപ്പോൾ തന്നെ 10-15 വീട് ഇവിടെ നിലവിലുണ്ട്. ഇവർക്ക് ആർക്കും വെള്ളമില്ല. അവർക്ക് ഉണ്ട്, വെള്ളമുണ്ട്, പക്ഷേ കാരണം മഴക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ. വേനൽക്ക് വെള്ളമില്ല. അവർ വണ്ടിക്ക് കൊണ്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ 12 മാസം വെള്ളം ചുമക്കുന്നവരാണ്. വേനൽക്കാലത്തും മഴക്കാലത്തും വെള്ളം കിട്ടണം എന്നുള്ളതാണ് ആവശ്യം. അതാണ് നമുക്ക് ഇന്നത്തെ മെയിൻ ബന്ധപ്പെട്ട ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ട് എങ്ങനെയെങ്കിലും ഇത് സഹായിച്ചു തരിക. അതാണ് നമ്മുടെ ഉദ്ദേശം. വീടുകളിൽ നിന്നും അകലെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറാണ് ഇവർക്ക് ആശ്രയമാവുന്നത്. വേനൽക്കാലമായാൽ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ച് ചുമന്നു കൊണ്ടുപോകണം. തങ്ങളുടെ ദുരിതം വിവരിച്ച് പഞ്ചായത്ത് മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് പരാതികൾ നൽകിയെങ്കിലും പദ്ധതികളൊന്നും നടപ്പാക്കിയില്ല. ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ കുടിവെള്ളം എത്തിക്കുമെന്ന് പഞ്ചായത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാം ഉറപ്പു നൽകുമ്പോഴും പദ്ധതികളൊന്നും ആയിട്ടില്ലെന്ന് പ്രദേശവാസിയും ഓട്ടോ ഡ്രൈവറുമായ സത്യൻ പറഞ്ഞു. ഒരു പ്രാവശ്യം നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തായിരുന്നു. അത് കൊടുത്ത് അതിൻ്റെ ജലജീവൻ പദ്ധതിയിൽ നമ്മളെ ഉൾപ്പെടുത്താമെന്നും പറഞ്ഞ് മലയാളി പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇതുവരെ മലയാളി പഞ്ചായത്തിലെ ജലജീവൻ പദ്ധതിയുടെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല. കരൂർ പഞ്ചായത്തിലെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, ഉഴവൂർ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ മലയാളി പഞ്ചായത്തിൽ മാത്രം ജലജീവൻ പദ്ധതി വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്നാണെന്നൊന്നും ഇതുവരെ അറിയില്ല. പിന്നെ ഇപ്പോൾ ജലജീവൻ പദ്ധതി വന്നാലും കുടിവെള്ളം വന്നാലും ജലനിധി വന്നാലും വന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും കിലോമീറ്ററുകൾ പോയി ചുമന്നുകൊണ്ടാണ് ഇപ്പോഴും വെള്ളം 40-45 കൊല്ലമായി വെള്ളം ചുമക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അല്ലാതെ ഇപ്പോൾ എന്നാ ചെയ്യുന്നു? അത് വേണ്ടപ്പെട്ട ആൾക്കാർ ഇതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല. അത് ഒരു നല്ല ദൂരത്തിലാണ് ചുമന്നുകൊണ്ട് വരുന്നത്. കുന്നും മല കയറി വേണം വരാൻ. എത്ര കുടുംബങ്ങളുണ്ട് ഈ ഭാഗത്ത് താമസിക്കുന്നത്? ഇവിടെ ഇപ്പം ഞങ്ങൾ 2 വീട്, പിന്നെ അടുത്തുള്ള സത്യൻ്റെ വീടാണ്, പിന്നെ താഴോട്ട് വീടുകളുണ്ട്. അല്ലാണ്ട് ഒരു 10-14 വീടെടുക്കുന്നുണ്ട്. മറ്റേതെങ്കിലും കുടിവെള്ള പദ്ധതിയിൽ നിന്നും വെള്ളം എത്തിക്കാൻ കഴിയുമോ എന്നും അധികൃതർ പരിശോധിക്കുന്നുണ്ട്. മഴ പെയ്താൽ പെയ്ത്തുവെള്ളം ശേഖരിക്കാൻ കഴിയുന്നത് മാത്രമാണ് ആശ്വാസം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആദ്യം പറഞ്ഞപ്പോൾ ബെൽജിയനോട് പറഞ്ഞ് 25 വീട് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പം ഈ 25 വീട് ഞാനവിടെ ചെന്ന് ഉണ്ടാക്കുന്നത്. അന്ന് ഞങ്ങളൊരു 5-6 വീട്ടുകാർ. ഇപ്പം 10-20 വീടുണ്ട് ഇപ്പോൾ. എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ തരാമെന്നല്ലാതെ വേറെ യാതൊന്നും പറയുന്നില്ല. 6 മാസം 1 വർഷം 1.5 വർഷമൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ വെള്ളം വന്നിട്ടില്ല. ബുദ്ധിമുട്ട് ഞങ്ങൾ കാശ് കൊടുത്ത് വെള്ളം മേടിച്ച് ഉപയോഗിക്കണം. അതാണ് ഞങ്ങൾ. ഒരു വർഷം 6 വണ്ടി വെള്ളം അടിക്കുന്നുണ്ട്. ഒരു വർഷം 6 വണ്ടി വെള്ളമാണ് ഞങ്ങൾ അടിക്കണത്. ആ വർഷം കഴിയുമ്പോഴത്തേക്ക് പിള്ളേരും ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ കൂടുതലായില്ലേ. അങ്ങനെയൊക്കെ ഇരിക്കണം. വേനൽക്കാലത്തും മഴക്കാലത്തും കുടിവെള്ളം ചുമന്നെത്തിക്കേണ്ട ദുരിതത്തിൽ നിന്നും മോചനം നേടാൻ അധികൃതരുടെ നടപടികൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണിവർ. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.